ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ഷാജിയേട്ടാ, ഞാൻ വിളിച്ചത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ഘടനയുണ്ടല്ലോ. ഈ സംഘടനാ ഘടനയിൽ ഈ ശ്രീമതി PK ശ്രീമതി എന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവായ മഹദി, ഈ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറിന് ഈ പറയുന്ന അവര് സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. സെൻട്രൽ കമ്മിറ്റി മെമ്പറായ CPMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആകുമ്പോൾ അവരുടെ മാതൃഘടകമായ സംസ്ഥാന ഘടകത്തിന്റെ ഒരു കമ്മിറ്റി നടക്കുമ്പോൾ അവർക്ക് കേരളത്തിൽ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൂടാ. എന്തിന് നിങ്ങൾ പങ്കെടുത്തു എന്ന് പിണറായി വിജയൻ ചോദിച്ചു എന്നൊരു വർത്തമാനം കേൾക്കുന്നു. അതിന് ഒരു മറുവശം കൂടെ കേൾക്കുന്നത്, അത് ചേട്ടനെ അറിഞ്ഞിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ മരുമകനെ CC-യിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിന് അദ്ദേഹം ചരടുവലി നടത്തിയിട്ട് ആ ചരടുവലിയിലെ പരാജയമാണ്, അതിലുള്ള ഈർഷ്യതയാണ് അദ്ദേഹം ഈ പ്രകടമാക്കിയത് എന്ന് പറയുന്നു. ഒരു മലയാളത്തിലെ മുഖ്യധാര അച്ചടി മാധ്യമത്തിലാണ് ഈ വാർത്ത വന്നത്. അതിൽ സത്യമുണ്ട് എന്നത് ഗോവിന്ദന്റെ ശരീരഭാഷയും പ്രസ്താവനയിലും വന്നു. പിന്നെ തുടർന്നും പലരും ശ്രീമതി പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചു. PK ശ്രീമതി ടീച്ചർ പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചു. അപ്പൊ ഇതില് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ചേട്ടാ, ഇതിനകത്ത് ഈ സംഘടന, ചേട്ടൻ നീണ്ടകാലം പാർട്ടിയുടെ പ്രവർത്തകനാണ്, അതും ഒരു കണ്ണൂരുകാരനാണ്, താങ്കൾക്ക് പറയാനുണ്ടാവും. അതായത് കേരളത്തിലെ CPMന്റെ സംഘടനാ രീതിയിൽ ഒരു CC മെമ്പർക്ക് പിണറായി വിജയൻ വിലക്കി എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിൽ എന്താ തെറ്റ്? കൂടാതെ അത് ഇന്ത്യക്കകത്ത് ഏത് സംസ്ഥാന കമ്മിറ്റിയിലും അവർക്ക് പങ്കെടുക്കാമോ ഇല്ലയോ? ഇങ്ങനെയുള്ള സംഘടനയിലെ കുറെ സംശയങ്ങൾ ഇന്ന് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു മനുഷ്യർക്കും അറിയില്ല എന്നുള്ള ഒരു അജ്ഞത ഗോവിന്ദൻ പറഞ്ഞ മറുപടിയിൽ ഉണ്ടായിരുന്നു എന്ന് ചേട്ടന് ഞാനും ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ചേട്ടൻ ഒന്ന് വിസ്തരിച്ച് എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം. അല്ല, ഇതിനകത്ത് വളരെ ലളിതമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ഉത്തരമാണ്. ഈ കേരളത്തിൽ ഇപ്പോ ശ്രീമതി അടുത്തിയെ ആ കമ്മിറ്റി ഇരിക്കാൻ പാടില്ല എന്ന് തൃത്തൂരം പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അയാൾ എങ്ങനെയാണ് ഈ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ കമ്മിറ്റിയിലും ഇപ്പോൾ ഇരിക്കുന്നത് എന്നതിലാണ് ആദ്യത്തെ ചോദ്യം. എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രീമതി അടുത്തിക്ക് എന്താണോ മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം മധുര പാർട്ടി കോൺഗ്രസിൽ ലഭിച്ചിരിക്കുന്ന എക്സ്റ്റൻഷൻ, ആ എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും മധുര പാർട്ടി കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. അത് നൽകിയത് കൊണ്ട് തന്നെ ശ്രീമതി അടുത്തേക്ക് ഈ കമ്മിറ്റിയിൽ ഇരിക്കാൻ പാടില്ല എന്ന അവസ്ഥയാണെങ്കിൽ അയാൾക്കും ഈ കമ്മിറ്റിയിൽ ഇരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. അപ്പൊ ഇവിടെ വരുന്ന വിഷയം എന്താണ്? കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ബോഡിയാണ് CPMന്റെ പരമോന്നത പോളിറ്റ് ബ്യൂറോ അല്ല. പരമോന്നത ബോഡി സെൻട്രൽ കമ്മിറ്റിയാണ്. ആ പരമോന്നത ബോഡിക്കകത്ത് ഇവരെ എക്സ്റ്റൻഷൻ പ്രകാരം അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ, ആ എടുത്തു കഴിഞ്ഞിരിക്കുന്നയാൾക്ക് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങൾക്കകത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ടോ ആ സെക്രട്ടേറിയറ്റിനകത്ത് മുഴുവൻ തന്നെ പങ്കെടുക്കാനുള്ള പാർട്ടി ഭരണഘടനാപരമായിരിക്കുന്ന അധികാരവും അവകാശവും ശ്രീമതി അടുത്തിയിൽ നിക്ഷിപ്തമാണ്. അൺക്വസ്റ്റ്യനബിൾ ആണ്, നിക്ഷിപ്തമാണത്. അത് ലംഘിക്കാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. പിന്നെ ഇതിന്റെ മുകളിൽ MVO എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ ന്യായമല്ലേ? ആ ന്യായം എന്താന്ന് പറഞ്ഞാല് ഇവരെ എടുത്തത് അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിലാണ് അവർ പ്രസിഡന്റോ അങ്ങനെ അതുകൊണ്ടാണ് അവർ എടുത്തത്. അതുകൊണ്ട് അവർ അവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. തിരിച്ച് വളരെ ലളിതമായ ഒരു ചോദ്യം ഞാൻ ഈ ഗോവിന്ദനോട് ചോദിക്കാം. ഗോവിന്ദൻ എന്ന് പറയുന്ന CPMന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ ചാർജ് കൊടുത്തിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദൻ ആടെ പോയിട്ട് എന്താ ചെയ്യുക? ലളിതമായ ചോദ്യം, എന്താ ചെയ്യുക ആടെ പോയിട്ട്? സമാഗമാൻ ഇന്ന് എന്ന് പറയാവുന്ന ഒരൊറ്റ വിട്ടിട്ട് ആടെ പോയിട്ട് പറയുന്നില്ലാലോ. അത് മാത്രമല്ല, ഒരാളോട് ഇയാൾക്ക് സംസാരിക്കണ്ട, ഈ ആടെ പോയിട്ട് ഇല്ലല്ലോ. ഭാഷാപരമായ പരിമിതിയാണ്. ഭാഷാപരമായ പരിമിതി കാരണം അയാൾക്ക് പറ്റില്ല. ഇതേ ഒരു അവസ്ഥ ഉള്ള ഒരാൾ കൂടിയാണ് ടീച്ചറും. കാരണം അല്ലാതെ അതൊരു കുറ്റമല്ല, അത് ആ ടീച്ചർ. അപ്പൊ ആ ടീച്ചറെ അവിടത്തേക്കാണ് ചുമതലപ്പെടുത്തിയിട്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗോവിന്ദന് പാർട്ടി ഭരണഘടന അറിയില്ല എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നിലയുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അംഗത്വം ഉണ്ടായിരിക്കുന്ന പാർട്ടി മെമ്പർമാർക്ക് ആർക്കും തന്നെ ഭരണഘടനയെ കുറിച്ച് അറിയില്ല എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണത്. പിന്നെ വേറെന്താന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെപ്പോലത്തെ അത്യാവശ്യം പൊട്ടന്മാർ മാത്രമാണ് ഇപ്പൊ ഈ ഭരണഘടനയെ വായിച്ചിട്ട് വായിച്ചിട്ട് വീഴ്ച വെച്ചിട്ടുണ്ടാവുക. ഇതിനകത്ത് വന്നിരിക്കുന്ന പുതിയ തലമുറപ്പെട്ടിരിക്കുന്ന ഒറ്റ ഒരുത്തന്നെ ഈ ഭരണഘടന കണ്ടിട്ടുണ്ടാവില്ല, വായിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പ് ഞാൻ വളരെ പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുക. കാരണം അത് പഠിക്കാനല്ല ഇവരിനകത്ത് വന്നത്, അങ്ങനെയല്ല ഇവർ ഈ പാർട്ടിയിനകത്ത് വരികയും. ഈ വന്നിരിക്കുന്നവർ മുഴുവൻ തന്നെ ഇതുപോലുണ്ടായിരിക്കുന്ന ചില മൂട് താങ്ങിയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് പാർട്ടി എന്താണെന്ന് അറിയണ്ട, ഭരണഘടന എന്താണെന്ന് അറിയണ്ട, സംഘടനാ ക്രമം എന്താണെന്ന് അറിയണ്ട, ഒന്നും അറിയേണ്ടതില്ല. മൂന്നാമത്തെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വിഷയം എന്താണെന്ന്
ഇത് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞതിന്റെ ഇറങ്ങിപ്പോയി പോകണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ശൈല ടീച്ചറുടെ വകയിൽ വലിയൊരു വ്യാഖ്യാനം വേറെ വന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന വ്യാഖ്യാനം അവർക്ക് പിന്നെ കേരളത്തിലെ പിന്നെ സെക്രട്ടേറിയറ്റിനകത്തും സംസ്ഥാന കമ്മിറ്റിക്കകത്തും പിന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള പിന്നെ അവർക്ക് കഴിയില്ല എന്നാണ്. അതെന്താ കഴിയാത്തത്? സെക്രട്ടേറിയറ്റിന് പിന്നെ സെൻട്രൽ കമ്മിറ്റിക്കകത്ത് നിങ്ങൾ ഈ എക്സ്റ്റൻഡ് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ പാർട്ടി കോൺഗ്രസിനകത്ത് ഒരാൾക്ക് നിയമപരമായി പിന്നെ അതിനകത്ത് പിന്നെ അംഗത്വം ലഭിച്ചിട്ടുള്ളത്, ആ അംഗത്വം ഈ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കും ബാധകമാണ്. അതല്ലാതൊരു ഭരണഘടന ഇതിനകത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ ഒരു വരി ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഒരു ഖണ്ഡിക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഉപഖണ്ഡിക ഉണ്ടെങ്കിൽ ആ ഖണ്ഡിക ഈ ഗോവിന്ദൻ പുറത്തുമുണ്ടോ? ഗോവിന്ദൻ പറയണം ഇത്ര ഖണ്ഡിക പ്രകാരം ഇത് വകുപ്പില്ലാതെ. അപ്പൊ സംഗതി ഒന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ശ്രീമതി ജയത്തോട് പുറത്തു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിനർത്ഥം ശ്രീമതി ജയത്തിയെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നല്ല, വിയോജിപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല എതിർപ്പുണ്ടായിരുന്നു എന്നാണ്. ഈ എതിർപ്പാണ് ഇവിടെ ഇപ്പൊ പരസ്യമാക്കപ്പെട്ടത്. ഈ എതിർപ്പിന്റെ കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോ പിന്നെ അയ്യപ്പദാസ് പറയുമ്പോ ഇയാൾക്ക് ഇയാളുടെ മരുമകനെ ഈ സെൻട്രൽ കമ്മിറ്റിയിൽ കയറ്റണമെന്നുണ്ടായിരുന്നു. അത് നടപടിയാവാതെ വന്നപ്പോ എന്തായി? ആ വന്നതിന്റെ ഭാഗവും കൂടിയായുള്ള വെറുപ്പും കൂടിയാണ് ഇതിനകത്ത്. ഇതിന് പിന്നെ കേരളത്തിലെ ഏറ്റവും പിന്നെ അതിപ്രഗന്ധനായിട്ടുള്ള പത്രപ്രവർത്തകൻ പിന്നെ ശക്തിധരൻ സഖാവിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് വന്നെന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ മകളുടെ SFIO വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി ഗൗരവതരമായിരിക്കുന്ന ആരോപണങ്ങൾ വന്ന് കുറെ കൂടി വസ്തുതയാണെന്ന് തെളിയിക്കപ്പെടാൻ പോലെയാണ്. അപ്പൊ ആ വരുന്ന സംഭവത്തിനകത്ത് പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു എതിർപ്പ് ഇയാൾ കൊണ്ടുവരുന്നത്. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഈ പാർട്ടിയെ ഇയാൾ സമ്പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തതുകൊണ്ടാണ്. ഈ പാർട്ടിക്ക് പാർട്ടി ചലിക്കുന്നതും അതിന്റെ സംഘടനാക്രമങ്ങളൊന്നും പാർട്ടി ഭരണഘടന പ്രകാരമല്ല. ഒന്നും ഭരണഘടനാപരമല്ലാത്തതുകൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ പടുവിഡ്ഢി ഈ പറയുന്ന സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. അയാൾ പറയാണ് സെൻട്രൽ കമ്മിറ്റി അവിടെയാണ് ചുമതല. എന്ത് ചുമതല? അത് കർക്കശമായി പറയണ്ടേ? ഇത് ഒറ്റയുടെ അർത്ഥം മാത്രമേ ഉള്ളൂ. ഇവർ ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റ ഘടകമാണ് വായ്പ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ അഭിപ്രായം പറയേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഭിപ്രായം പറയില്ലായിരിക്കും. ഒരു എന്താ പറയാ ഇത്തരം ഒരു പരിമിതി ഇവർക്കുണ്ട് എന്ന വാദം അംഗീകരിച്ചാൽ തന്നെ. പക്ഷേ ഇതിനകത്ത് ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇവർ കേൾക്കില്ലേ? ഈ ശ്രീമതിയത്ത് കേൾക്കൂലേ? അല്ലെങ്കിൽ ഇതുപോലെ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാർ കേൾക്കൂലേ? അഭിപ്രായം പറയാൻ എടുക്കട്ടെ. അപ്പൊ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം അഭിപ്രായങ്ങൾ ഇവർ കേൾക്കേണ്ടതില്ല. ഇത് കേൾക്കുകയാണ് എങ്കിൽ മറ്റൊരു അധികാര കേന്ദ്രത്തിന്റേതായിരിക്കുന്ന സ്വഭാവഘടനയിലേക്ക് രൂപം കൊള്ളാവുന്ന എന്തോ വിഷയങ്ങൾ ഇതിനകത്ത് രൂപം കൊള്ളുന്നതായി ഈ പറയുന്ന പെരുങ്കള്ളനായിരിക്കുന്ന പിന്നെ പാർട്ടി പൊളിപ്പനും കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഗൗരവമായി സംശയിക്കുന്നുണ്ട്. ഈ സംശയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭയമാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് കയറുന്നത്. ഇത് സത്യത്തിൽ എന്താന്ന് പറഞ്ഞാല് പത്രക്കാരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞതിന്റെ തുല്യമല്ലേ ഈ സാധനം അല്ലേ? ഇതിനെങ്കിൽ നേരെ വേറൊരു വേർഷനിലേക്ക് എടുത്തു വെച്ചു. ഈ കഴിഞ്ഞ മെനയാണാണല്ലോ ഇയാളുടെ ഭാര്യ, പിന്നെ ഇയാളുടെ മകളുടെ മകൻ, ഇവരെല്ലാരും ചേർന്നിട്ട് പിന്നെ കുറെ എന്താ പറയാ ശിവായി പണിയെടുക്കുന്ന അത്യാവശ്യമുള്ള മന്ത്രിമാരും ചേർന്നിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിനകത്തേക്ക് സന്ദർശനത്തിന് പോയത്. ഈ പറയുന്ന ഇയാളുടെ ഭാര്യയും ഇയാളുടെ മകളും ഈ മകളുടെ മകനും കൊച്ചുമകനും എന്ത് അധികാരത്തിന്റെ മേലെയാണ് ഈ പറയുന്ന പിന്നെ വിഴിഞ്ഞം പോർട്ട് സന്ദർശിക്കാൻ പോയത്? എന്ത് അധികാരത്തിന്റെ മേലെയാണ്? ആരാണ് ഇവർക്ക് ഇതിന് അവകാശം കൊടുത്തിട്ടുള്ളത്? ഇത് പോയത് എന്തിനാണ്? അതിനകത്ത് നിന്ന് ഏതൊക്കെ മുട്ടും നട്ടലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് പറയണം, കടക്ക് പുറത്തുനിന്ന് പറയണം. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന സംഭവത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു ആലോചനാ യോഗമാണ്. ഇതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖന്മാരായിരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ, കസ്റ്റംസ് ഈ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനത്തിന്റെ മുഴുവൻ ആളുകളും വന്നിരിക്കുന്ന സംഭവമാണ്. അതിനകത്ത് തന്റെ മകനെയും തന്റെ ഭാര്യയെയും തന്റെ കൊച്ചുമകനെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് അത് ഉത്തരാക്കാണ് സത്യത്തിൽ ഈ പരിപാടിയുടെ ഇയാൾ ഉദ്ദേശിച്ചത്. അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു എന്ത് വെച്ചത്? ഈ 3 ഗവർണർമാരെ ഇയാൾ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചില്ലേ? ഈ ചെയ്യുന്ന സംഭവങ്ങൾ മുഴുവൻ എന്താന്ന് പറഞ്ഞാൽ പാർട്ടി നിയമം, പിന്നെ എക്സിക്യൂഷൻ, ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പുറത്തു നിർത്തുകയും ജനാധിപത്യത്തിനകത്ത് വരുന്ന എല്ലാവിധ പിന്നെ എന്താ പറയാ ലൂപ്പ് ഹോൾസിനെയും ഉപയോഗിച്ചുകൊണ്ട് തന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധിയും താൻ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയും എങ്ങനെ രക്ഷപ്പെടാമെന്ന് കണ്ടെത്തുന്നതിന് ഇവരെ കെട്ടഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വളരെ ഇൻവേർട്ടർ കൊമേരാണ് കേട്ടാ. ഞാൻ കെട്ടഴിച്ചു വിടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്നത് ഉത്തരാക്കോട് കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ മുഴുവൻ തന്നെ ഇയാൾ ആസൂത്രണം ചെയ്യുന്നത്. ഇത്തരം ആസൂത്രണത്തിലൂടെ ഇയാൾ നേടുന്നത് എന്താണ്? ആ പാർട്ടിയെ നശിപ്പിച്ചു, സമ്പൂർണ്ണമായി മുച്ചൂട് നശിപ്പിച്ചത്. ഇതിനകത്ത് തിരിച്ചുവരവില്ല, അത് വേറെ വിഷയം. പക്ഷേ
ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് നിന്ന് വിളക്കാൻ ആവശ്യമായ സംവിധാനത്തെ പാർട്ടിയുടെ വൗച്ചറിൽ ഇയാൾ ഗംഭീരമായി ഇപ്പോഴും മുറിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന കാര്യം. ഇതിന്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് 2026 തെരഞ്ഞെടുപ്പിലാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ ഷാജിയേട്ടന് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ ഒരു ചെറിയ കാര്യം കൂടെ, അതായത് തിരുവനന്തപുരത്ത് AKG സെന്ററിനടുത്ത് തന്നെ ഒരു ഏറ്റവും വലിയ പുതിയൊരു AKG സെന്റർ ഓഫീസ് എത്രയോ കോടി രൂപ ചെലവാക്കി ഒരു പാർട്ടി ഓഫീസ് അവിടെ പണിതു. ഷാജിയേട്ടൻ നീണ്ട കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരാളാണ്. ഷാജിയേട്ടനറിയാം ഈ AKG സെന്റർ എന്ന് പറയുന്ന ഈ കാണുന്ന ഇപ്പോഴത്തെ പഴയ AKG സെന്റർ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിനോട് ചേർന്ന് CPM ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു. ഷാജിയേട്ടന് അറിയാം, ഷാജിയേട്ടന് അത് ഓർമ്മയുണ്ടെന്ന് എന്റെ വിശ്വാസം. ഞാൻ പറയുന്നത് എന്റെ അറിവിൽ ഞാൻ എന്റെ കേട്ടറിവിലാണ്. ചേട്ടനറിയാം കണ്ണിമാറ മാർക്കറ്റിനടുത്ത് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു. ആ പാർട്ടി ഓഫീസിലേക്ക് പോകുമ്പോൾ പാളയം മാർക്കറ്റിൽ കൊണ്ടുവരുന്ന മീൻ കാക്കകൾ കൊത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ തലയിൽ കൂടെ വീഴാൻ സാധ്യതയുണ്ടാവും. അപ്പൊ അത് തലയിൽ കൈവച്ചുകൊണ്ടാണ് EMS ഉൾപ്പെടെ നയനാർ ഉൾപ്പെടെ VS ഉൾപ്പെടെ ഉള്ളവർ ഈ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്നത്. VS ഒരു ദിവസം എത്രയെങ്കിലും സമയം പാർട്ടി ഓഫീസിൽ വന്ന് ഇരിക്കുമായിരുന്നു. EMS അദ്ദേഹത്തിന്റെ ചേട്ടനറിയാം നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ദേശാഭിമാനിയുടെ പഴയ ഓഫീസിനടുത്താണ് അന്ന് EMS താമസിക്കുന്നത്. അത് മാനാലിക്കുളം ഗ്രൗണ്ടിനടുത്ത്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന പോലെ പോകുമ്പോഴൊക്കെ ഈ കൊച്ചു പാർട്ടി ഓഫീസിൽ വന്നിരുന്നിട്ട് പോകുമായിരുന്നു. ചേട്ടാ, ഈ പറയുന്ന ഈ വലിയ രീതിയിൽ പണിത പാർട്ടി ഓഫീസിന് ഏതെങ്കിലും ഒരു സഖാവിന്റെ കയ്യിൽ നിന്ന് 10 രൂപ ചോദിച്ച് പാർട്ടി വാങ്ങാതെ കോടികൾ ചെലവഴിച്ചത് നിർമ്മിക്കുമ്പോൾ അതിനുള്ള ഫണ്ട് എവിടുന്ന് വന്നു എന്നുകൂടെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ചോദിച്ചു പോവുകയാണ്. അതിന്റെ ഉത്തരം എന്താണ് ഇവർക്ക് തരാനുള്ളത്? അതിന് സാധാരണക്കാരനായിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തന ഒരു നയ പൈസയുമില്ല. ഇപ്പൊ ഇങ്ങനെ ഈ പാതാളത്തുനിന്ന് വാക്കെടുക്കുന്ന പോലെ ദരിദ്ര ജനകോടികളുടെ ചില്ലറ നാണയ തുട്ടുകൾ ഈ മാതിരി ബടായിക്കൊന്നും ഇനി ഒരു ചെയ്യാൻ പോകുന്നു. ഇത് ഒരൊറ്റ ഗവൺമെന്റ് പോയിട്ട് ക്യാരറ്റ് അതാരും ചെയ്യാൻ പോകുന്നത്. പക്ഷെ വിഷയം എടുക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ 135 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിങ്ങൾ എടുക്കുമ്പോൾ ഈ കെട്ടിടം എടുത്തു കഴിഞ്ഞപ്പോ ഈ കെട്ടിടം സത്യത്തിൽ ആരുടെ പേരിലാണ്? വളരെ സീരിയസ് ആയിട്ട് കെട്ടിടം ആരുടെ പേരിലാണ്? സാധാരണതയിൽ ഒരു കെട്ടിടം ഈ പറയുന്ന പോലെ പാർട്ടി കമ്മിറ്റി പിന്നെ ഒരു കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടം സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലായിരിക്കണം. സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലാണെങ്കിൽ ഈ പറയുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആരാണ്? ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിയാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ് മൂപ്പറുടെ പേര് തന്നെ ബേബി എന്നാണ്. അതെടുക്കട്ടെ. ഈ ബേബിയെ നോക്കുകുത്തിയാക്കി മൂന്നാം നിരയിൽ നിർത്തിയിട്ടാണ് ഇയാൾ ഈ സംഭവം ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇതിനേക്കാൾ വിചിത്രമായ സംഭവം എന്താണെന്നറിയാം? അത് ഏതായാലും ചോദിച്ചതാണ്. ഇതിനേക്കാൾ വിചിത്രമായ സംഭവം ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനിയുടെ അഡ്രസ് ആരാണ്? ഈ പറയുന്ന വീണ എന്ന് പറയുന്ന ഈ പെരുങ്കള്ളിയായി ഇപ്പൊ പിന്നെ ആരോപിക്കപ്പെടുന്ന ഈ പെൺകുട്ടി ആരുടെ പേരിലാണ് പിന്നെ എക്സാലോജിക്കിന് അഡ്രസ് കൊടുത്ത് എഴുതിയ കൊടുത്ത്? AKG സെന്ററിന്റെ അഡ്രസ് അല്ലേ കൊടുത്ത്? അന്ന് ഈ പറയുന്ന ഈ കാട്ട് കളനായിരിക്കുന്ന ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയിലെ എന്താ പാർട്ടി സെക്രട്ടറി അല്ലേ? ഇപ്പോ ഈ പറയുന്ന പിന്നെ പുതിയ കെട്ടിടത്തിലേക്ക് സാധനം മാറുകയും പഴയ കെട്ടിടം നവൻപോടാവുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോ എന്തെല്ലാം തരത്തിലായിട്ട് ദുരൂഹമായിരിക്കുന്ന നിയമക്കുരുക്കുകൾ ഇതിനകത്ത് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്കറിയാമോ? എനിക്കറിയാമോ? എനിക്കറിയില്ല. അപ്പൊ അറിയാത്തൊരവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ വരാവുന്ന ദുരൂഹത എന്താണെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം ഇത്രയും താല്പര്യത്തോടെ 135 കോടി രൂപ ഇത്രയും ഗംഭീരമായിരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും പ്രബലമായിരിക്കുന്ന പാർട്ടി BJPയുടെ ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഒരു ആഫീസില്ല. ഇത്രയും സുഖസംബന്ധിതമായ സംവിധാനങ്ങളില്ല. നിങ്ങൾ അറിയുന്ന വിഷയം എന്താ? CPIMന്റെ പിന്നെ കമ്മിറ്റി ആഫീസിൽ പോകുന്ന ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ആഫീസ് യോഗം നടക്കുമ്പോൾ 10 ജില്ലാ സെക്രട്ടറിയേറ്റുമാർക്ക് 10 കാറാണ് വരുന്നതാണ്. 10 കാർ ഓരോ കാറ് 30 ലക്ഷത്തിന് മുകളിലുള്ള കാറാണ്. ഇപ്പോ ഈ കണ്ണൂർ ജില്ലയിലേക്ക് വന്നിരിക്കുന്ന പുതിയ സെക്രട്ടറി KK രാജേഷ്, ഈ KK രാജേഷ് 30 ലക്ഷത്തിന്റെ കാറ വെച്ചിട്ടാണ് അയാൾ ഇപ്പൊ കിട്ടിയത്. അതും ഈ പത്രത്തിന് ആരാലും കൊടുത്തിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. എന്നാൽ കത്തിത്തീര് സ്വയം കത്തിജ്വലിക്കുന്ന സൂര്യനാവൂരും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിന്. ഒരാൾക്ക് എന്താ ഒരാൾക്ക് വിനീതനാവാം. പക്ഷെ ഇരുന്നിട്ടെന്ത് ചേരുന്നില്ല. ഇരുന്നിട്ട് പിന്നെ ഇതേ പണി എടുക്കരുത്. ഞാൻ പറഞ്ഞ മലയാളം ഇത് മനസ്സിലാവുമല്ലോ. ഇരുന്നിട്ട് ഈ പണി തന്നെ എടുക്കരുത്. ഈ എടുക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഇത്ര മ്ലേച്ഛമായ രീതിയിൽ ഇയാളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇയാൾ കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന പിന്നെ ആർക്കും പോകാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്ത് സംഘടനാ ബലത്തിന്റെ മേലെയാണ് ഈ KK രാജേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത്? എന്ത് സംഘടനാ ബലത്തിന്റെ മേലെ ഏത് മേഖലയിൽ അർത്ഥത്തിലെന്നാൽ ഈ കണ്ണൂർ ജില്ലയുടെ വലിപ്പം എത്രയാണെന്ന് അതിന്റെ അതിർത്തി എന്താണെന്ന് ഈ ചങ്ങായിക്ക് വ്യക്തമായി പറയാൻ പറ്റുമോ? ഇല്ല എന്നാണ് എന്റെ പൂർണ്ണ ബോധ്യം.
ഇല്ലെന്നാ എന്റെ പൂർണ്ണ ബോധ്യം. ചേട്ടാ ചേട്ടാ ഇടയ്ക്ക് ഞാൻ ഇടപെട്ടോട്ടെ. ചേട്ടാ ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോട്ടെ. നമുക്ക് വിഷയത്തിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ മാറി വന്നു. നമുക്ക് എന്തായാലും ശ്രീമതി ടീച്ചറിന്റെ വിഷയത്തിലേക്ക് തന്നെ വന്നുകൊണ്ട് ഈ സംസാരം നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ശ്രീമതി ടീച്ചറിന്റെ വിഷയത്തിനകത്ത് ഈ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇതെടുത്തത് പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണ്. അവിടെ ടീച്ചർക്ക് എന്താ വെച്ചാൽ ടീച്ചർക്ക് അതിനകത്ത് ഇരിക്കാൻ അവകാശമുണ്ട്. പിന്നെ ടീച്ചർ അത് ഇരിക്കോ ഇല്ലയോ എന്ന് രണ്ടാമത് ചോദിച്ചു. ഞാനൊരു സംശയിച്ചോട്ടെ. ഷാജിയേട്ടൻ തന്നെ സംസാരത്തിൽ പറഞ്ഞു, അതായത് ഒരു PC മെമ്പർക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാമെന്ന് പാർട്ടി ഘടനയിലുണ്ട് എന്ന് ഷാജിയേട്ടൻ ഒരിക്കൽ സംസാരത്തിൽ പറഞ്ഞു. അത് അങ്ങനെ ഉള്ളപ്പോൾ ഈ പറഞ്ഞതിലെ ഔചിത്യക്കേട് കൂടെ ഒന്ന് പറയാമോ? അതെ, അതുകൊണ്ട് തന്നെ ഗോവിന്ദന് സത്യത്തിൽ പാർട്ടി ഭരണഘടനയൊക്കെ അറിയില്ലല്ലേ, അയാൾക്ക് മറന്നുപോയി. അതല്ലെങ്കിൽ അയാൾ ബോധപൂർവ്വം ഈ പാർട്ടിക്കകത്തെ പാർട്ടി മെമ്പർമാർക്ക് പാർട്ടി ഭരണഘടന അറിയാത്തതുകൊണ്ട് അവരോട് കളവ് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തില്ല പാർട്ടിയുടെ പരിപാടിയിലെ ഭരണഘടനയിലെ ഒന്നുമില്ല. മൂപ്പർ തന്നെയാണല്ലോ നിയമം. മൂപ്പറാണ് ഓമനിപ്പൊട്ടല്ലോ. അതാ ഇത് ഇവിടെ വരുന്ന വിഷയം എന്താ പറഞ്ഞാൽ ഇയാൾ ഫ്യൂററാണ്. ഫ്യൂറർ എന്ന് പറയുന്നത് ഹിറ്റ്ലർ ഫ്യൂററാണ്. ഈ ഫ്യൂറർക്ക് സമാനമായി കേരള പാർട്ടിയുടെ ഫ്യൂററായി ഇയാൾ സ്വയം അവരോധിക്കുകയാണ് ചെയ്തത്. ഫ്യൂറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ജനാധിപത്യമില്ല, വിയോജിപ്പുകളില്ല, എതിർപ്പുകളില്ല, ഒന്നുമില്ല. ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിനീതനും വിധേയനുമായി പിന്നെ ഉപയോഗിക്കാൻ പിന്നെ ഭാഷ ഇതിനകത്ത് പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള വാക്യം പ്രയോഗിക്കുക. അതായി ജീവിച്ചുകൊള്ളുക, ദേശായി ജീവിച്ചുകൊള്ളുക. അങ്ങനെ ജീവിച്ചുകൊണ്ടാവുന്ന ആളുകളെ മാത്രം നിർമ്മിച്ചത് കൊണ്ടാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കുന്ന അയാൾക്ക് പോലും ഇത്ര നിലവാരമില്ലാത്ത വിധത്തിൽ പാർട്ടി വിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ട് ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വന്നു. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനകത്ത് ആസ്ഥാന നിലവിദ്വാൻമാരെ വഹിക്കുന്ന ഏതെങ്കിലും ഒരു പത്രക്കാരൻ തിരിച്ചു ചോദിച്ചോ ഏത് ഭരണഘടന പ്രകാരമാണ് പിന്നെ സെക്രട്ടറി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് ചോദിച്ചോ? ഇത് ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് അറിയില്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആരോടും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂലേ? പുതിയ ഇറവനപ്പെട്ട പിള്ളേർക്ക് അറിയില്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കൂലേ? അതുപോലും ചോദിക്കാൻ മാത്രമുള്ള പിന്നെ എന്താ പറയാ സഹിഷ്ണുതയും വിവേകവും ഇല്ലാതെ ആ സാധനം അതുപോലെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? നിങ്ങൾ എല്ലാവരും എന്താണ് അപ്പുറത്തുനിന്ന് ലഭിക്കുന്ന ഉച്ചക്കം വാങ്ങിയിട്ട് ഇതിനകത്ത് സുഖിച്ച് നിങ്ങൾക്ക് ഇവിടെ കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ് സത്യത്തിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് നിന്ന് ശ്രീമതി കത്തിയോട് ഇറങ്ങിപ്പോകണമെന്ന് പിന്നെ പറഞ്ഞതായി വന്നിരിക്കുന്ന അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം ഇതാണ്. ഇത് അങ്ങേയറ്റം പാർട്ടി വിരുദ്ധമാണ്, പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണത്. സത്യത്തിൽ ശ്രീമതി കത്തിക്ക് ധൈര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഇതേ അത് നിങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാനുള്ള ധൈര്യമാണ് ടീച്ചർ കാണിക്കേണ്ടത്. അത് ടീച്ചർ കാണിക്കൂല എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് പിന്നെ സൈലന്റ് ടീച്ചർ അതിനേക്കാൾ പിന്നെ എന്താ പറയാ വലിയ വിനീത വിധേയായിട്ടാണ് മൂപ്പർ വലിയനായ അതായത് ശ്രീമതിക്ക് എതിരായി വരാവുന്ന ഒരു പ്രസ്താവനയാണ് മൂപ്പർ പരോക്ഷമായി നടത്തിയത്. ഇതാണ് എനിക്ക് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, നമുക്ക് കുറച്ചുകൂടെ വിഷയങ്ങൾ സംസാരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ക്ഷമിക്കുക, താങ്കളെ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്തേനെ. മറ്റു വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.